നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ എല്ലാം നന്നായി നടന്നു വരുമ്പോൾ പെട്ടെന്നൊരു തടസ്സം അനുഭവപ്പെടാറില്ലേ? വലിയ സന്തോഷത്തോടെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, പക്ഷേ അവസാന നിമിഷം അത് പരാജയപ്പെടുന്നു. അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് അസുഖം വരുന്നു. പരിശോധിച്ചാൽ ഡോക്ടർമാർക്ക് പോലും കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പഴയ തലമുറയിലുള്ളവർ പറയാറുള്ള ഒരു വാക്കുണ്ട്. അത് കണ്ണേറാണ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷമാണ് എന്ന്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കണ്ണേറ്? ഇത് വെറും ഒരു വിശ്വാസമാണോ, അതോ ഇതിന് പിന്നിൽ വല്ല ഊർജ്ജതന്ത്രവുമുണ്ടോ? എങ്ങനെയാണ് ദൃഷ്ടിദോഷം തിരിച്ചറിയുക? ഇതിനെ മറികടക്കാൻ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾക്കും ഉള്ള ഉത്തരം ഒരുപക്ഷെ ഇതിലുണ്ടാകാം. എന്താണ് കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം? ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കണ്ണുകളിലൂടെ പുറപ്പെടുന്ന തീവ്രമായ നെഗറ്റീവ് ഊർജ്ജത്തെയാണ് നമ്മൾ ദൃഷ്ടിദോഷം എന്ന് വിളിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു ഊർജ്ജ വലയമുണ്ട്. ഇതിനെ ഓറ എന്ന് വിളിക്കുന്നു. ഒരാൾ നമ്മളെ അസൂയയോടെയോ അമിതമായ അത്ഭുതത്തോടെയോ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങൾ നമ്മുടെ ഈ ഊർജ്ജ വലയത്തിന് വിള്ളലുണ്ടാക്കുന്നു. കല്ല് പിളർക്കുന്ന കരിങ്കണ്ണ് എന്നൊരു ചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. കഠിനമായ ദൃഷ്ടിദോഷം ഒരു പാറയെപ്പോലും പൊട്ടിക്കാൻ ശേഷിയുള്ളതാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാകണമെന്നില്ല. ചിലപ്പോൾ സ്നേഹത്തോടെ നോക്കുന്ന നോട്ടം പോലും ദോഷമായി മാറാറുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാരണവന്മാർ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർ നോക്കി നിൽക്കുന്നത് വിലക്കിയിരുന്നത്. ഇനി ദൃഷ്ടിദോഷം ബാധിച്ചാൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ നോക്കാം. ഇതിന് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. 1. അകാരണമായ തളർച്ച. നന്നായി ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക. തുടർച്ചയായ കോട്ടുവായ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നിർത്താതെ കോട്ടുവായ വരുന്നത് ദൃഷ്ടിദോഷത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. 2. കുട്ടികളിലെ കരച്ചിൽ. കൊച്ചുകുട്ടികൾ പാൽ കുടിക്കാതെ ഇരിക്കുകയോ രാത്രിയിൽ അകാരണമായി പേടിച്ച് കരയുകയോ ചെയ്യുന്നത് കണ്ണേറ് കൊണ്ടാവാം. 3. ജോലിയിലെ തടസ്സങ്ങൾ. വലിയ ആവേശത്തോടെ തുടങ്ങുന്ന കാര്യങ്ങൾ പാതി വഴിയിൽ മുടങ്ങുക, ബിസിനസ്സിൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾ സംഭവിക്കുക എന്നിവ. 4. വീട്ടിലെ അസ്വസ്ഥതകൾ. വീട്ടിൽ സമാധാനമില്ലാതിരിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാകുക, വളർത്തുമൃഗങ്ങൾക്കും ചെടികൾക്കും അസുഖം വരിക എന്നിവയും ദൃഷ്ടിദോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വ്യക്തികൾക്ക് മാത്രമല്ല, നമ്മുടെ വീടിനും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനും ദൃഷ്ടി തട്ടാം. പുതിയ വീട് വയ്ക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് വീടിൻ്റെ മുന്നിൽ ഒരു വികൃതമായ രൂപം അഥവാ ദൃഷ്ടിബൊമ്മ തൂക്കുന്നത്. ആളുകളുടെ നോട്ടം വീടിൻ്റെ ഭംഗിയിൽ തറയ്ക്കാതെ ആ രൂപത്തിൽ തറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നാരങ്ങയും മുളകും തൂക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ ആവാഹിക്കാനാണ്. ദൃഷ്ടിദോഷം മാറ്റാൻ നമ്മുടെ വീടുകളിൽ പണ്ട് മുതലേ ചെയ്തു വരുന്ന ചില ഫലപ്രദമായ കാര്യങ്ങൾ നോക്കാം. 1. ഉപ്പും മുളകും ഒഴിയുക. ഇതാണ് ഏറ്റവും സാധാരണമായ രീതി. കല്ലുപ്പ്, വറ്റൽമുളക്, കടുക് എന്നിവ കയ്യിലെടുത്ത് ദോഷം ബാധിച്ച വ്യക്തിയെ ഇടത്തുനിന്ന് വലത്തോട്ടും തിരിച്ചും 3 വട്ടം ഒഴിഞ്ഞ് അടുപ്പിലെ തീയിലേക്ക് ഇടുക. മുളക് കരിയുമ്പോൾ രൂക്ഷമായ ഗന്ധം വരുന്നില്ലെങ്കിൽ അത് ദൃഷ്ടിദോഷമുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. 2. കരിവളപ്പൊട്ട്. കുട്ടികൾക്ക് കവിളിലോ കാലിൻ്റെ പാദത്തിലോ കറുത്ത പൊട്ട് കുത്തുക. ഇത് ആളുകളുടെ ശ്രദ്ധ കുട്ടിയിൽ നിന്ന് മാറ്റാൻ സഹായിക്കും. 3. കല്ലുപ്പ് കലക്കിയ വെള്ളം. ആഴ്ചയിലൊരിക്കൽ വീട് തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുക. ഉപ്പിന് നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. 4. സന്ധ്യാദീപം. വീടിൻ്റെ ഉമ്മറത്ത് സന്ധ്യാസമയത്ത് വിളക്ക് തെളിക്കുന്നതും കർപ്പൂരം ഒഴിഞ്ഞു കാണിക്കുന്നതും വീട്ടിലെ ദുർശക്തികളെ അകറ്റാൻ സഹായിക്കും. 5. മന്ത്രജപങ്ങൾ. ഹനുമാൻ ചാലീസയോ നരസിംഹ സ്തോത്രമോ ജപിക്കുന്നത് ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് മോചനം നൽകും. ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും മനസ്സിനും ശരീരത്തിനും വലിയൊരു സുരക്ഷാ കവചം തീർക്കും.
നമ്മൾ എത്ര പുരോഗമിച്ചാലും ചില അദൃശ്യമായ ഊർജങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നത് സത്യമാണ്. ദൃഷ്ടിദോഷം എന്നത് വെറും ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ പോസിറ്റീവ് എനർജിക്ക് തടസ്സം വരുന്ന ഒരു അവസ്ഥയാണ്. പോസിറ്റീവായി ചിന്തിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. മറ്റൊരാളുടെ വിജയത്തിൽ അസൂയപ്പെടാതെ സന്തോഷിക്കാൻ ശീലിച്ചാൽ നമുക്കും അത്തരം ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആത്മീയവും പ്രായോഗികവുമായ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.